നമസ്കാരം, ആനുകാലികത്തിലേക്ക് സ്വാഗതം. സർ നമസ്കാരം. സർ, ഇന്ന് യുദ്ധം 14ാം ദിവസത്തേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇതുവരെയായിട്ടും ഇരു രാജ്യങ്ങളും ആക്രമണവും പ്രത്യാക്രമണവും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. നമുക്കിവിടുത്തെ നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ വരുന്ന വാർത്തകൾ വായിക്കുമ്പോൾ ആരാണിപ്പോഴും ജയിച്ചത്, ആരാണ് തോറ്റു നിൽക്കുന്ന ഒരു അവസ്ഥ എന്നുള്ളത് നമുക്കൊരു നിഗമനത്തിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നില്ല. ഇറാനെ സംബന്ധിച്ചാണെങ്കിൽ നമുക്കറിയാം, അവരുടെ ഒരു മിസൈൽ ശേഖരം തന്നെയാണ് അവരുടെ കരുത്ത് എന്ന് പറയുന്നത്. പക്ഷേ ആ മിസൈൽ ശേഖരമൊക്കെ തന്നെ അപ്പാടെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ പോലെ ലോഞ്ച് പാഡുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആക്രമണം ഒക്കെ തന്നെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇറാൻ പയറ്റുന്ന ഒരു തന്ത്രം എന്ന് പറയുന്നത് ഹോർമുസ് കടലിടുക്ക് അടച്ച് അവിടെ മറ്റുള്ള രാജ്യങ്ങളെ ഒന്ന് സമ്മർദ്ദത്തിലാക്കുക എന്ന് പറയുന്ന ഒരു തന്ത്രമാണ്. ഏതായാലും അമേരിക്ക ആണെങ്കിലും ഇസ്രായേൽ ആണെങ്കിലും കടുംപിടുത്തത്തിലാണ്, ഇറാനും കടുംപിടുത്തത്തിലാണ്. ഇങ്ങനെ അങ്ങ് തുടർന്നു പോവുകയാണെങ്കിൽ എന്ത് ചെയ്യും? വളരെ ലോകത്തെ നടുക്കുന്ന തലത്തിലുള്ള ഒരു ആക്രമണമാണ് പശ്ചിമേഷ്യ കേന്ദ്രീകരിച്ച് ഇപ്പോൾ നടക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ മലയാള ചാനലുകളൊക്കെ കണ്ടാൽ ആരാണ് യഥാർത്ഥത്തിൽ വിജയിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ പോലും വലിയ സംശയം ഉണ്ടാകും. ഇന്ന് നമ്മുടെ ഈ ചാനലുകൾ, പത്രങ്ങൾ, മീഡിയ വൺ പോലെയുള്ള മീഡിയ വൺ, ചന്ദ്രിക ഒക്കെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ അതിൽ കാണുന്നത് അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലായ USS ഹെറാൾഡ് ആക്രമിക്കപ്പെട്ടു, അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ ഇറാഖിൽ വെടിവെച്ചിട്ടു. ഇത്തരത്തിൽ അമേരിക്ക ഏകദേശം തകർന്ന തരിപ്പണമായ തലത്തിലുള്ള വാർത്തകളാണ്. മറുവശത്ത് മറ്റ് ചില മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് സമൂഹ മാധ്യമങ്ങളിൽ നമ്മൾ കാണുന്നത് ഇസ്രായേലിൻ്റെ അമേരിക്കയുടെ ബോംബ് വർഷമാണ്. ഇറാൻ കേന്ദ്രീകരിച്ച് ഇതിനകം തന്നെ 10,000-ത്തിലധികം കേന്ദ്രങ്ങൾ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ബോംബ് വർഷിച്ച് തകർത്ത് കളഞ്ഞു. അവരുടെ ആദ്യഘട്ട സൈനിക ലക്ഷ്യങ്ങളൊക്കെ തകർക്കുന്നതിൽ അമേരിക്കയും ഇസ്രായേലും വിജയിച്ചു. ടെഹ്റാനിലെ തന്ത്രപ്രധാന ആസ്ഥാന മന്ദിരങ്ങൾ, ഭരണസിരാ കേന്ദ്രങ്ങൾ, എന്തിനേറെ ഇറാൻ ബാങ്ക് വരെ സാമ്പത്തിക കേന്ദ്രങ്ങൾ ഒക്കെ വളരെ രൂക്ഷമായ ആക്രമണങ്ങൾക്ക് വിധേയമായി, പൊട്ടിപ്പടലമാക്കി. ആക്രമണങ്ങൾക്ക് തുടക്കമിട്ടത് ഫെബ്രുവരി 28-ാം തീയതി നമുക്കറിയാം, അലി ഖമനയുടെ കൊട്ടാരം തകർത്തുകൊണ്ടാണ്. ആ ആക്രമണത്തിൽ ഇപ്പോൾ അലി ഖമനയുടെ പിൻഗാമിയായി വന്ന മുജ്തബ ഖമനയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു എന്ന് ഇറാനിയൻ ടെലിവിഷൻ ഇന്നലെ വെളിപ്പെടുത്തി. ഇറാൻ്റെ ചില അംബാസഡർമാർ ഇക്കാര്യം തുറന്നു പറഞ്ഞു. ഇന്ന് ട്രംപ് അതേക്കുറിച്ച് വളരെ വിശദമായ ഒരു പ്രതിപാദ്യം നടത്തി. ട്രംപ് പറയുന്നത് മുജ്തബ ഖമനയി ജീവിച്ചിരിപ്പുണ്ട്, പക്ഷെ അത് ഏത് രൂപത്തിൽ എന്നതിലേ എനിക്ക് സംശയമുള്ളൂ. ഇറാൻ വാർത്താമാധ്യമങ്ങൾ പറയുന്നതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ കൈക്കും കാലിനും പരിക്കേറ്റിട്ടുണ്ട്, വയറിനും കരളിനും പരിക്കേറ്റിട്ടുണ്ട്. മറ്റു ചില മാധ്യമങ്ങൾ തുറന്നു പറയുന്നത് കൈയും കാലും അറ്റുപോയി എന്നുള്ള നിലയിലാണ്. അതാണ് ട്രംപ് സൂചിപ്പിച്ചത്. ഏത് തലത്തിലാണെന്ന്, കോമയിലാണ് എന്ന് വരെ പറയുന്നു. പക്ഷേ ഇവിടെ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ചില നീക്കങ്ങൾ ഇപ്പോഴും ഇറാൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ കാണുന്നു. സ്വന്തം മണ്ണ് പൊട്ടിപ്പടലമായി കിടക്കുമ്പോഴും 10,000-ത്തിലധികം സ്ഥലങ്ങൾ ബോംബിട്ട് തകർക്കപ്പെട്ട നിലയിൽ കഴിയുമ്പോഴും രാജ്യത്തിൻ്റെ പരമോന്നത നേതാവ് അതിഗുരുതരമായി പരിക്കേറ്റ് ജീവൻ രക്ഷിക്കാൻ, ഇപ്പോൾ അറിയാം, ടെഹ്റാൻ ആശുപത്രിയിലെ സുരക്ഷിത ബങ്കറിലാണ് അദ്ദേഹത്തിൻ്റെ ചികിത്സ എന്നൊക്കെ പറയുന്നു. നമുക്കറിയില്ല, പക്ഷേ അത്തരം ബങ്കറിനെ കുറിച്ച് അമേരിക്കയ്ക്ക് നിശ്ചയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് തകർക്കും. അതീവ ഗുരുതരാവസ്ഥയിൽ കഴിയുന്നു എന്നത് ഏറെക്കുറെ സ്ഥിരീകരിച്ചു. അങ്ങനെയുള്ളൊരു രാജ്യം എങ്ങനെ ഇപ്പോഴും തിരിച്ചടിക്കുന്നു? അതിന് ഒരൊറ്റ കാരണമേ ഉള്ളൂ. കാരണം ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് നേരത്തെ വളരെ ഘടനാപരമായി ശക്തമായൊരു സംവിധാനമായിരുന്നു. ഖമനയുടെ കാലത്ത്, അലി ഖമനയുടെ കാലത്ത്. അലി ഖമനയായിരുന്നു എൻ്റെ പരമോന്നത കമാൻഡർ. തൻ്റെ സ്വന്തം സേന എന്ന നിലയിലാണ് IRGC അദ്ദേഹം സംരക്ഷിച്ചത്. അദ്ദേഹം നൽകുന്ന ഉത്തരവുകൾ കീഴ്ഘടകങ്ങൾ വരെ വളരെ കൃത്യതയോടെ പാലിക്കും. അതുതന്നെയായിരുന്നു അതിൻ്റെ ഏറ്റവും വലിയ വിജയം. എന്നാൽ അലി ഖമനയി കൊല്ലപ്പെട്ടതോടെ അതിൻ്റെ ഘടനാപരമായ മുഴുവൻ സംവിധാനങ്ങളും നഷ്ടപ്പെട്ടു. അത് ചെറു ഫ്രാക്ഷനുകളായി ചിതറി. ബങ്കറുകൾ ഉപയോഗിച്ച്, രഹസ്യ സങ്കേതങ്ങൾ ഉപയോഗിച്ച് ശത്രുവിന് നേർക്ക് മിസൈലുകൾ തൊടുക്കുന്ന ഘട്ടത്തിലേക്കെത്തി, ഡ്രോണുകൾ തൊടുക്കുന്ന ഘട്ടത്തിലേക്കെത്തി. പക്ഷെ ഇവിടെ ലോകം അത്ഭുതത്തോടെ നോക്കുന്നൊരു സംഭവമുണ്ട്. അതായത് ഇത്രയധികം ആക്രമണങ്ങൾക്ക് വിധേയമായിട്ടും അമേരിക്കൻ പ്രസിഡന്റ് 2 ദിവസങ്ങൾക്ക് മുൻപ് പറഞ്ഞു ലോകം ഭയക്കുന്ന ആക്രമണങ്ങളിലേക്ക് തങ്ങൾ കടക്കുന്നുവെന്ന്. അത് ഏറെക്കുറെ ശരിവയ്ക്കുന്ന വാർത്തകൾ നമ്മൾ കണ്ടു. എന്നിട്ടും എങ്ങനെ ഇറാൻ തിരിച്ചടിക്കുന്നു? അത്ഭുതകരമായ ചില നീക്കങ്ങളാണ് ഇറാൻ നടക്കുന്നത്. ബാലിസ്റ്റിക് മിസൈലുകളുടെ കൃത്യത. അവർ UAE, ബഹ്റിൻ, കുവൈറ്റ്, ഖത്തർ, ഒമാൻ തുടങ്ങിയ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് ഇപ്പോഴും ആക്രമണങ്ങൾ തുടരുകയാണ്. ആ രാജ്യത്തെ വിമാനത്താവളങ്ങൾ, അമേരിക്കൻ
കോൺസുലേറ്റുകൾ, അമേരിക്കൻ സേനാ കേന്ദ്രങ്ങൾ, ആ രാജ്യത്തെ തന്ത്രപ്രധാനമായ ഊർജ സ്രോതസ്സുകൾ, ഊർജ ഉൽപ്പാദന കേന്ദ്രങ്ങൾ, ഇവയ്ക്കൊക്കെ നേരെ കൃത്യതയോടെ ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുക്കുന്നു. ആ പോയിന്റുകൾ വരെ എത്തുന്ന ഡ്രോണുകൾ വിക്ഷേപിക്കുന്നു. എങ്ങനെ ഇറാൻ ഇപ്പോഴും അതിന് കഴിയുന്നു? അവിടെ വലിയ ചില തർക്കങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ ഇപ്പോൾ പറയുന്നത് ഇതിന് പിന്നിൽ ചൈനീസ് സഹായമുണ്ട്, റഷ്യൻ സഹായമുണ്ട് എന്നൊക്കെയാണ്. കാരണം നമുക്കറിയാം, റഷ്യയുടെ പിന്തുണയില്ല എങ്കിൽ ഇറാൻ ഇത്രയധികം പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതിലേറ്റവും തന്ത്രപരമായ ഒരു മുന്നേറ്റമെന്ന് നമുക്കൊരിക്കലും ഇറാൻ്റെ കാര്യത്തിൽ പറയാൻ കഴിയില്ല. പക്ഷേ യുക്രൈൻ ആക്രമണത്തിൽ റഷ്യ തന്ത്രപരമായ ഒരു മുന്നേറ്റം കാഴ്ചവെച്ചത് അവരുടെ ഡ്രോൺ ആക്രമണങ്ങളിലാണ്. ആ യുദ്ധത്തിൽ ഇതുവരെ 60,000-ഓളം ഡ്രോണുകൾ റഷ്യ ഉപയോഗിച്ചു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ആ ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള യുക്രൈൻ ആക്രമണങ്ങളിൽ റഷ്യ സ്വീകരിച്ച അതേ യുദ്ധതന്ത്രമാണ് ഇപ്പോൾ ഇറാൻ സ്വീകരിക്കുന്നത്. വലിയ തോതിൽ ഡ്രോണുകൾ വിക്ഷേപിക്കുന്നു. ഇത് റഷ്യയ്ക്കും ഇറാനുമിടയിലുള്ള വലിയൊരു സൈനിക ചങ്ങാത്തത്തിൻ്റെ അടയാളമായിട്ട് ലോകം കരുതുന്നു. റഷ്യയെ സംബന്ധിച്ച് അവർക്ക് വലിയ സ്വാർത്ഥതയുണ്ട്. നേരത്തെ അമേരിക്കൻ ഉപരോധത്തെ തുടർന്ന് അവരുടെ എണ്ണവില ഏകദേശം $60 താഴ്ന്ന് $50 അടുത്തെത്തിയിരുന്നു. ആ ഘട്ടത്തിൽ നിന്ന് വീണ്ടും ആഗോള എണ്ണവില ഇപ്പോൾ $100 നിൽക്കുന്നു. റഷ്യ യുക്രൈൻ യുദ്ധത്തിലൂടെ വളരെ സാമ്പത്തികമായി ഒരു തകർന്ന ദുർഘടാവസ്ഥയിലെത്തിയിരുന്നു. ഇനിയും യുക്രൈൻ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സ്ഥിതിയിൽ റഷ്യ എത്തപ്പെട്ടിരുന്നു. അമേരിക്ക നടത്തുന്ന ശക്തമായ ഉപരോധങ്ങളിൽ റഷ്യ മുട്ടുകുത്തും എന്ന ഒരു സ്ഥിതി എത്തിയപ്പോഴാണ് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെ ആക്രമിക്കാൻ ശ്രമിച്ചത്. അപ്പോൾ ഇത് തങ്ങൾക്ക് അനുകൂലമായ ഒരു അവസരമാക്കി മാറ്റാൻ പുതിൻ തീരുമാനമെടുത്തിട്ടുണ്ടാവും. അതുകൊണ്ട് പരമാവധി ഇറാനെ പിടിച്ചു നിർത്താനുള്ള തന്ത്രപരമായ ശ്രമങ്ങൾ റഷ്യ നടത്തുന്നു. ഇതാണ് ആഗോള അനുമാനം. എന്തുകൊണ്ടാണ്? ഒന്ന്, റഷ്യയെ സംബന്ധിച്ച് ഈ യുദ്ധം നീണ്ടു നിന്നാൽ അവരാകും ഇതിൻ്റെ ആത്യന്തിക ഗുണഭോക്താവ്. ഇപ്പോൾ $100 നിൽക്കുന്നു ക്രൂഡ് ഓയിൽ വില. ഇന്ത്യ അടക്കമുള്ള മിക്ക രാജ്യങ്ങൾക്കും അമേരിക്ക ഇളവ് നൽകി. കാരണം അല്ലെങ്കിൽ എണ്ണ വരാൻ മറ്റൊരു മാർഗമില്ല. ഒന്ന് ഗൾഫ് രാജ്യങ്ങൾ, നമുക്കറിയാം, സൗദി അറേബ്യ, ബഹ്റിൻ, ഖത്തർ, UAE ഈ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് ഇന്ത്യ 90% ക്രൂഡ് ഓയിലും പാചകവാതകവും കൊണ്ടുവരുന്നത്. അല്ല സാർ, ഇത് അമേരിക്ക ഇളവ് നൽകിയതുകൊണ്ടാണോ റഷ്യയിൽ നിന്ന് വീണ്ടും ഇന്ത്യ അങ്ങനെ വാങ്ങാനുള്ള ഒരു ഇത്? അല്ല, അമേരിക്ക അതിന് നിർബന്ധിതരായി. കാരണം അമേരിക്ക ഇളവ് നൽകിയില്ലെങ്കിൽ പോലും ഈ ഘട്ടത്തിൽ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾ പിടിച്ചു നിൽക്കാൻ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങും. അപ്പോൾ ട്രംപിന്റെ മുഖം രക്ഷിക്കണമെങ്കിൽ താൻ ഇളവ് നൽകി എന്ന ഒരു പ്രഖ്യാപനം നടത്തുക, അത് ട്രംപിന്റെ മുഖം രക്ഷിക്കാൻ ട്രംപ് പ്രയോഗിക്കുന്നതാണ്. പക്ഷേ ആ ഇളവ് ഇപ്പോൾ ഒരു അനുമതിയായി ഇന്ത്യയെ സംബന്ധിച്ച്, മറ്റു രാജ്യങ്ങളെ സംബന്ധിച്ച്. ഇന്ത്യ 90% ഈ ഹോർമൂസ് കടലിടുക്കിലൂടെയായിരുന്നു കൊണ്ടുവന്നിരുന്നത്. ആ കടലിടുക്ക് പൂർണ്ണമായും നിശ്ചലമായി നൽകി. ഇന്ന് ട്രംപ് വിരട്ടുന്നുണ്ട് ഈ കപ്പൽ, നിങ്ങൾ ഇതിനേക്കാൾ പോരാട്ട വീര്യം കാണിക്കണം, ഇങ്ങനെ ഭയപ്പെട്ട് നിൽക്കരുത്. ഈ കഴിഞ്ഞ ദിവസം 200 ക്രൂഡ് ഓയിൽ വെസൽസാണ് ഹോർമൂസ് കടലിടുക്കിന് തൊട്ടടുത്ത് നങ്കുരവിട്ട് നിൽക്കുന്നത്. അവരോട് പ്രൊസീഡ് ചെയ്യാനാണ് ട്രംപ് പറയുന്നത്. പക്ഷേ അവിടെ ട്രംപ് വലിയൊരു പരാജയം സംഭവിച്ചിരിക്കുന്നു ട്രംപിന്. 4 ദിവസങ്ങൾക്ക് മുമ്പ് ട്രംപ് പറഞ്ഞു, ഹോർമൂസ് ഒരിക്കലും അടയ്ക്കാൻ ഇറാനെ കൊണ്ട് നമ്മൾ അനുവദിക്കില്ല. ഹോർമൂസ് കടലിടുക്കിന് മുകളിൽ അമേരിക്കൻ വ്യോമസേനയുടെ പൂർണ്ണ സുരക്ഷ ഉണ്ടാകും. ആ വ്യോമസേനയുടെ സംരക്ഷണയിൽ നിങ്ങൾക്ക് ഹോർമൂസ് കടലിടുക്കിലൂടെ നിങ്ങളുടെ കപ്പലുകൾ കൊണ്ടുപോകാൻ കഴിയും, ഒരു ശത്രുവും അങ്ങോട്ടേക്ക് വരില്ല എന്നായിരുന്നു ട്രംപ് പ്രഖ്യാപിച്ചത്. പക്ഷേ ട്രംപിൻ്റെ കണക്കൂട്ടലുകൾക്കപ്പുറം അവിടെ വലിയ മൈൻ നിക്ഷേപങ്ങൾ, ഈ മൈനുകൾ, കടൽ മൈനുകൾ, നമുക്കറിയാം റഷ്യയാണ് അതിലേറ്റവും ലോകത്ത് പേര് കേട്ടവർ. അമേരിക്കൻ ടോർപിഡോകൾ പോലും ഇപ്പോൾ ഭയപ്പെട്ട് നിൽക്കുന്നുവെന്നാണ്. മെഡിറ്ററേനിയൻ കടലിലേക്ക് കടക്കാൻ നേരത്തെ ചെങ്കടലിലൊക്കെ അവരുടെ ടോർപിഡോകൾ ധാരാളം ഉണ്ടായിരുന്നു. ആ ടോർപിഡോകൾ അന്തർവാഹിനികളെ ആക്രമിക്കാൻ ശക്തിയുള്ള പോർ അന്തർവാഹിനികളുള്ളത് റഷ്യക്കാണ്. അപ്പോൾ റഷ്യൻ അന്തർവാഹിനികൾ ഇറാനെ സഹായിക്കാൻ എത്തിയാൽ അത് അമേരിക്കയ്ക്ക് വലിയ വെല്ലുവിളിയാകും. പക്ഷെ പരസ്യമായി ഇതുവരെ യുദ്ധത്തിൽ റഷ്യ കടന്നു വരുന്നില്ല. രഹസ്യമായി റഷ്യയോട് ഇത്തരത്തിലുള്ള സഹായങ്ങൾ അമേരിക്ക ഭയപ്പെടുന്നുമുണ്ട്. കാരണം വലിയ തോതിലുള്ള ഡ്രോൺ ആക്രമണങ്ങൾ തുടരുകയാണ്. മറുവശത്ത് ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണ നിശ്ചലാവസ്ഥയിൽ നിൽക്കുന്നു. ട്രംപ് പഠിച്ച പണി 18 നോക്കിയിട്ടും ഹോർമൂസിനെ ഒന്നും തുറന്നു കിട്ടുന്നില്ല. ചെങ്കടലിൽ ഇപ്പോഴും ഹൂതികൾ അതുവഴിയുള്ള കപ്പൽ ചാലിനെ വിരട്ടി നിർത്തിയിരിക്കുന്നു. ഇന്ത്യക്ക് ഈ ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായി അടഞ്ഞു കിടക്കുകയാണെങ്കിൽ പോലും സൗദി അറേബ്യയിൽ നിന്ന് മറ്റൊരു റൂട്ടുണ്ട്, അത് ചെങ്കടൽ വഴിയാണ്. പക്ഷെ അതുവഴി
കപ്പൽ പ്രത്യേകിച്ച് എണ്ണ വെസലുകൾ കടന്നു വരാൻ അവർ ഭയപ്പെടുന്നു, ഹൂതികളുടെ ആക്രമണം പേടിച്ച്. ഇന്ത്യക്ക് ആകെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് റഷ്യൻ എണ്ണ കൊണ്ടുവരാൻ. നമുക്കറിയാം മാരിടൈം കോറിഡോർ, അത് ചൈന കടൽ ചുറ്റി മലാക്ക വഴി നേരെ നമ്മുടെ ചെന്നൈ തുറമുഖ ഭാഗത്തേക്ക് വരുന്ന, അല്ലെങ്കിൽ വിശാഖപട്ടണം തുറമുഖ ഭാഗത്തേക്ക് വരുന്ന മാരിടൈം കോറിഡോറാണ്. ആ മാരിടൈം കോറിഡോർ ഉപയോഗിച്ചാണ് ഇന്നലെ 3 വെസലുകൾ റഷ്യയിൽ നിന്ന് ഇപ്പോൾ പുറപ്പെട്ടിരിക്കുന്നത്. കൂടുതൽ വെസലുകൾ അവിടെ നിന്ന് വരുന്നു എന്ന് പറയുന്നു. ഇതിനിടയിൽ ഹോർമൂസ് കടലിടുക്കിൽ നിന്ന് ഇന്ത്യ 3 കപ്പലുകൾക്ക് അനുമതി വാങ്ങിയത്. കൂടുതൽ കപ്പലുകളുടെ അനുമതി ഇന്ന് ചോദിച്ചിട്ടുണ്ട്. ഇറാനുമായി അതിൻ്റെ സംഭാഷണം നടക്കുന്നു. ഇന്ത്യയെ സംബന്ധിച്ച് നമുക്ക് ഭദ്രമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷെ മറുവശത്ത് അമേരിക്കയും ഇസ്രായേലും ഇറാൻ്റെ ഈ പ്രത്യാക്രമണത്തിൽ, ഇറാൻ്റെ ഈ പ്രതിരോധത്തിൽ വലിയ തിരിച്ചടി എന്ന ഒരു വിശേഷം നമുക്കതിൽ നൽകാൻ കഴിയില്ല എങ്കിലും വലിയ പ്രതിരോധം നേരിടുന്നു. അതിന് ഒരു വലിയ കാരണം പറയുന്നത് അമേരിക്ക അവരുടെ മിസൈൽ ലോഞ്ചിങ്ങിന്, അവരുടെ ബോംബാക്രമണങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നത് GPS സംവിധാനമാണ്, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. അത് അമേരിക്കയുടേതാണ്. GPS സംവിധാനം പലപ്പോഴും തടസ്സപ്പെടുത്താൻ അമേരിക്കയ്ക്ക് കഴിയും. അപ്പോൾ ഈ മിസൈലിൻ്റെ കൃത്യത അല്ലെങ്കിൽ ഡ്രോണുകളുടെ ആക്രമണത്തിൻ്റെ ഒരു പ്രിസിഷൻ, ഇത് കൃത്യമായി നാവിഗേഷൻ സിസ്റ്റം അത് വളരെ എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യണം. അവിടെ GPS തടസ്സപ്പെടുത്തിയാൽ പലപ്പോഴും ആക്രമണങ്ങൾക്ക് ലക്ഷ്യസ്ഥാനം നഷ്ടപ്പെടാറുണ്ട്. ഇവിടെയാണ് ചൈനീസ് സാങ്കേതികവിദ്യയെ കൂടുതൽ ഇപ്പോൾ ഇറാൻ ആശ്രയിക്കുന്നത്. ബെയ്ദു എന്ന് പറയുന്ന ഒരു നാവിഗേഷൻ സിസ്റ്റം, അത് അമേരിക്കൻ നാവിഗേഷൻ സിസ്റ്റത്തിന് ബദലായി ചൈന ഡെവലപ്പ് ചെയ്തതാണ്. നമുക്കറിയാം യൂറോപ്യൻ യൂണിയൻ ഗലീലിയോ എന്ന് പറയുന്ന ഒരു നാവിഗേഷൻ സിസ്റ്റമുണ്ട്. റഷ്യയ്ക്ക് അവരുടേതായ ഒരു നാവിഗേഷൻ സിസ്റ്റമുണ്ട്. പക്ഷേ ഇപ്പോൾ ഇറാനെ സംബന്ധിച്ച് ഇവർ ഈ വിവിധ യൂറോപ്യൻ യൂണിയൻ്റെയും റഷ്യയുടെയും ചൈനയുടെയും ഒക്കെ ഈ നാവിഗേഷൻ സിസ്റ്റം ഉപയോഗപ്പെടുത്തുന്നു. അതുകൊണ്ട് പ്രിസിഷൻ ആക്രമണങ്ങൾ നടത്താൻ അവർക്കിപ്പോഴും കഴിയുന്നു. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഭാഗത്തു നിന്ന് ഇത്തരമൊരു ആക്രമണം ഒരു പക്ഷേ IRGCയുടെ കീഴ്ഘടകങ്ങൾ പോലും നേരത്തെ കണക്കുകൂട്ടിയിരിക്കാം. അതുകൊണ്ടാവാം എല്ലാവിധ സാങ്കേതികത്വവും ഒത്തിണങ്ങിയ പ്രത്യാക്രമണത്തിനുള്ള തയ്യാറെടുപ്പുകൾ അവർ നടത്തിയിരുന്നത്. ഇത്രയധികം മിസൈൽ ലോഞ്ചറുകൾ നശിപ്പിക്കപ്പെട്ടിട്ടും, മിസൈൽ ഉൽപ്പാദന കേന്ദ്രങ്ങൾ തകർത്തിട്ടും, ഇപ്പോഴും രഹസ്യമായി മിസൈലുകൾ സൂക്ഷിക്കാനും അവ ശത്രുക്കളുടെ നേരെ പ്രയോഗിക്കാനും കൃത്യതയോടെ ഇറാന് കഴിയുന്നു. ചുരുക്കി പറഞ്ഞാൽ 2 തലത്തിലുള്ള പ്രതിരോധം. ഒന്ന് ഹോർമൂസ് കടലിടുക്ക് നിശ്ചലമാക്കിക്കൊണ്ടുള്ള പ്രതിരോധം, മറുവശത്ത് ഇപ്പോഴും ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ നമുക്കറിയാം ഇന്നും ദുബായ് കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തിയിട്ടുണ്ട്. ബഹ്റിനിലെ ഊർജ ഉൽപ്പാദന കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇതിനിടയിൽ മുജ്താബയുടേതായിട്ടൊരു പ്രതികരണം നമ്മൾ ഇന്നലെ കണ്ടിരുന്നു. ഇറാനിയൻ ടെലിവിഷനാണ് പുറത്തുവിട്ടത്. ഒരു പ്രസ്താവന വായിച്ച് കേൾപ്പിക്കുകയത്. അതിനകത്ത് പറയുന്നു, നിങ്ങൾ ഒഴുക്കിയ രക്തത്തിന് ഞങ്ങൾ പകരം ചോദിക്കുമെന്ന്. അത് അലി ഖമനേയുടെ രക്തത്തിന് മാത്രമല്ല, സ്കൂൾ കുട്ടികളുടെ ഉൾപ്പെടെ ആ രക്തത്തിന് ഞങ്ങൾ പകരം ചോദിക്കുമെന്നാണ് മുസ്താബ പറയുന്നത്. അപ്പോൾ മുസ്താബയുടെ ഈ ഒരു പ്രസ്താവനയിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഹോർമൂസ് അടഞ്ഞു തന്നെ കിടക്കും. അപ്പോൾ എണ്ണ അല്ലെങ്കിൽ ഊർജം അതിനെ കൂടുതൽ ഒരു യുദ്ധമുഖത്തേക്ക് കൊണ്ടുവരുന്ന തന്ത്രമാണ് ഇറാൻ പയറ്റുന്നത്. ലോകത്തിൻ്റെ ഊർജ സ്രോതസ്സുകൾക്ക് നേരെ ആക്രമണം വർദ്ധിപ്പിച്ചുകൊണ്ട്, കാരണം ലോകത്തിൻ്റെ ഊർജ സ്രോതസ്സുകൾ എന്ന് പറയുമ്പോൾ എണ്ണ ഏറ്റവും അധികം നമുക്കറിയാം പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ അത് സ്ഥിതി ചെയ്യുന്ന നമ്മുടെ ഗൾഫ് മേഖല കേന്ദ്രീകരിച്ചുള്ള ആക്രമണങ്ങളാണ് അവർ തൊടുക്കുന്നത്. അത് UAEക്ക് നേരെ, കുവൈറ്റിന് നേരെ, ഖത്തറിന് നേരെ, സൗദി അറേബ്യക്ക് നേരെ, ഒമാന് നേരെ, ഇടക്കാലത്ത് നമ്മൾ കേട്ടു തുർക്കിയുടെ നേർക്ക് പോലെ അവർ ആക്രമണം നടത്തി. അപ്പോൾ ഈ ഊർജ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തി എണ്ണ ഏതെങ്കിലും തലത്തിൽ ഗൾഫ് മേഖലയിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്നത് തടയിട്ടുകൊണ്ട് വളരെ കൃത്യതയോടെ ഒരു പ്രത്യാക്രമണം തുടരുക. ഇത് വലിയ സമ്മർദ്ദം പല രാജ്യങ്ങളിലും ഉണ്ടാക്കും, ഇൻക്ലൂഡിങ് ചൈന. അപ്പോൾ ഇന്ത്യ, ചൈന അടക്കമുള്ള രാജ്യങ്ങൾ ഇത് വലിയ സമ്മർദ്ദത്തിന് ഉള്ള ഒരു കാരണമാകും. ഈ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായി അമേരിക്ക ഒരു മൾട്ടി ലെവൽ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടി വരുമെന്നും ഇതുവഴി യുദ്ധം ഏതെങ്കിലും തരത്തിൽ ഒന്ന് അവസാനിപ്പിക്കാൻ കഴിയുമെന്നും ഇറാൻ ആഗ്രഹിക്കുന്നു. മറുവശത്ത് ട്രംപ് ഇതിൽ സന്തുഷ്ടനാണെന്ന വാർത്തകളാണ് നമ്മളിതിൽ കാണുന്നത്. കാരണം അമേരിക്കയെ സംബന്ധിച്ച് ലോകത്തെ ഏറ്റവും അധികം എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിലൊന്നാണ്. അപ്പോൾ അവർക്ക് ആവശ്യത്തിലധികം എണ്ണയുണ്ട്. അവരുടെ സ്രോതസ്സിൽ തന്നെ അവർക്കുണ്ട്. ആഭ്യന്തര ഉൽപ്പാദനം അവർക്ക് ഏറ്റവും ശക്തമാക്കിയിരിക്കുകയാണ്. എന്ന് മാത്രമല്ല എണ്ണ റിസർവ് ഇപ്പോൾ അവർ പരമാവധി ഉപയോഗപ്പെടുത്തുന്നു. അപ്പോൾ യുദ്ധം നീണ്ടുപോയാലും അമേരിക്കയ്ക്ക്
എണ്ണ വില കൂടുന്നത് കൊണ്ട് അതിൽ പരിക്കേൽക്കില്ല, റഷ്യക്ക് പരിക്കേൽക്കില്ല. പക്ഷെ മറ്റ് രാജ്യങ്ങൾ കൂടുതൽ സഫർ ചെയ്യുന്നൊരു ഘട്ടത്തിലാണ്. അതാണ് ഇതിൻ്റെ ഒരു വൈരുദ്ധ്യമായ രണ്ട് മുഖങ്ങൾ. ഇന്ന് സാർ ഇപ്പോൾ ഒരു മുന്നറിയിപ്പ് ഇപ്പോൾ കണ്ടതാണ്, അതായത് സാങ്കേതിക മേഖലയിലേക്ക് കൂടിയിട്ട് ഇറാൻ തിരിയുന്നു എന്നുള്ളത്. ഈ ഇസ്രായേലിനെ സഹായിക്കുന്ന ഈ ആഗോള ടെക് കമ്പനികൾ, അതായത് ഗൂഗിള്, മൈക്രോസോഫ്റ്റ്, ഒറാക്കിള് തുടങ്ങിയിട്ടുള്ള ആ പ്രമുഖ അമേരിക്കൻ ടെക് കമ്പനികളും ഇനി ഞങ്ങൾ ലക്ഷ്യം വെക്കുമെന്നുള്ളത്. അപ്പോൾ ഈ സാങ്കേതിക തലത്തിലേക്ക് കൂടി ഇത് കടക്കുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? അത് ഇന്നലെ ഇറാനിന് IRGCയുടെ ഒരു മുന്നറിയിപ്പായിരുന്നു. കാരണം ഗൾഫ് മേഖല കേന്ദ്രീകരിച്ച്, പ്രത്യേകിച്ച് UAE, ദുബായ് കേന്ദ്രീകരിച്ച് വലിയ തോതിൽ ആമസോണ്, ഗൂഗിള്, മൈക്രോസോഫ്റ്റ് തുടങ്ങിയ അമേരിക്കൻ കമ്പനികളുടെ വലിയ ആസ്ഥാന മന്ദിരങ്ങളുണ്ട്. അപ്പോൾ ഇവയ്ക്ക് നേരെ ആക്രമണം തൊടുത്താൽ അത് അമേരിക്കയ്ക്ക് ഏൽക്കുന്നൊരു വലിയ പ്രഹരമാകും. കാരണം ദുബായിയെ സംബന്ധിച്ച് അതൊരു വെറും ഒരു വലിയ നഗരം എന്നുള്ള നിലയിൽ മാത്രമല്ല ദുബായിയെ നമ്മൾ കാണേണ്ടത്. അതൊരു ലോകത്തിൻ്റെ ഒരു ഹബ്ബാണ്. അത് വിവിധ രാജ്യങ്ങളുടെ ഒരു ഒത്തുചേരുന്ന ഒരു ഹബ്ബായി മാറിയിരിക്കുന്നൊരു ഏരിയയാണ്. അപ്പോൾ ദുബായിലെ ടെക് കമ്പനികൾക്ക് നേരെ ആക്രമണം നടത്തിയാൽ പെട്ടെന്ന് തന്നെ ലോകമൊന്ന് പരിഭ്രമിക്കും. അതിൻ്റെ ഒരു അലയൊലികൾ ദുബായ് അല്ലെങ്കിൽ ഗൾഫ് മേഖലയിൽ മാത്രമല്ല, അത് അമേരിക്കയിൽ വലിയ ശക്തമായ പ്രതികരണങ്ങൾക്ക് കാരണമാകും. അമേരിക്കൻ കമ്പനികളുടെ ഒരു ആഗോള പ്രസൻസിനെ തന്നെ അത് ചോദ്യം ചെയ്യുന്ന തലത്തിലേക്ക് വളരും. പക്ഷെ അത് ആ തലത്തിൽ ആക്രമണങ്ങൾ ഇതുവരെ വിജയിപ്പിക്കാൻ ഇറാന് കഴിഞ്ഞിട്ടില്ല. ഇറാൻ ഇപ്പോഴും ഊർജ സ്രോതസ്സുകൾക്ക് നേരെ, എണ്ണ വിതരണ പൈപ്പ് ലൈനുകൾക്ക് നേരെ ഒക്കെ ആക്രമണം നടത്തുന്നുണ്ട്, എയർപോർട്ടുകൾക്ക് നേരെയൊക്കെ നടത്തുന്നുണ്ട്. എങ്കിലും ഈ ഡ്രോണുകളും മിസൈലുകളും ഒക്കെ പൂർണ്ണമായും തകർക്കുന്നുണ്ട്. പാട്രിയറ്റ് എന്ന വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ് അമേരിക്കൻ സഖ്യകക്ഷികളായി ഗൾഫ് രാജ്യങ്ങൾ ഇതിനെ തകർക്കുന്നത്. ഇതിൻ്റെ ചീളുകൾ തെറിച്ച് ഈ ഡ്രോണുകളുടെയും മിസൈലുകളുടെയും ഒക്കെ അവശിഷ്ടങ്ങൾ പതിച്ചാണ് ഇപ്പോൾ ചില മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ മരണങ്ങളുണ്ട്, തീപിടുത്തമുണ്ട്. ഇതൊക്കെ ശരിയാണെങ്കിലും ആകാശത്ത് വെച്ച് തന്നെ ഈ മിസൈലുകളും ഡ്രോണുകളും തകർക്കാൻ കഴിയുന്നുണ്ട്. ആ ഒരു കോൺഫിഡൻസ് ഒരു പരിധിവരെ ഈ ടെക് കമ്പനികൾക്ക് നേരെയുള്ള നേരിട്ടുള്ള ആക്രമണങ്ങളിൽ നിന്ന് അവരെ രക്ഷിക്കും. പക്ഷെ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് യുദ്ധം എത്ര കാലം നീണ്ടു നിൽക്കുമെന്നാണ്. അമേരിക്ക ആദ്യം ഒരു 4 ദിവസ യുദ്ധം ആണ് പ്രഖ്യാപിച്ചത്. പിന്നീട് അത് 15 ദിവസത്തേക്ക് അവർ വളർത്തി. അന്നും ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരുന്നത് ഒരുപക്ഷെ 15 ദിവസത്തിൽ നിന്ന് 1 മാസം വരെയൊക്കെ പോയേക്കാമെന്നാണ്. പക്ഷെ 1 മാസം കൊണ്ട് ഈ യുദ്ധം തീരത്തില്ല. ഇറാനെ സംബന്ധിച്ച് പൂർണ്ണമായൊരു കീഴടങ്ങലിന് അവർ ഉടനെയൊന്നും ഒരുങ്ങില്ല. വലിയൊരു രാജ്യമാണ്. കാരണം എനിക്ക് തോന്നുന്നു സാർ, ഇപ്പോൾ അമേരിക്കനെ ഇത് വെച്ച് വെനസ്വേലയിൽ നടത്തിയിട്ടുള്ള ഒരു പ്രസിഡന്റിന് കീഴടക്കിയത്, അതുപോലെ ഇറാഖും വെച്ചിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട് അമേരിക്കനെ. ആ ഒരു ഇത് ഇവിടെ കാണിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട്. ഇറാഖിൻ്റെ പ്രത്യേകത അത് കൃത്യമായ ഒരു ഏകാധിപതിയുടെ കീഴിലായിരുന്നു. സദ്ദാം ഹുസൈൻ എന്ന ഏകാധിപതിയെ പിടികൂടി സദ്ദാം ഹുസൈന് വധശിക്ഷ വിധിച്ചതോടെ പിന്നീട് സദ്ദാമിൻ്റെ ഒരു ഹോൾഡ് ഇല്ല അവിടെ. അതിൻ്റെ അതൊരു വലിയൊരു കാര്യം കൂടിയുണ്ട്. ഏകദേശം 1 മാസത്തോളം നീണ്ടു. അതൊരു ഷിയ സുന്നി, നമുക്ക് ഷിയ സുന്നി വിഭാഗങ്ങളുടെ ഒരു പ്രസൻസ് ഇറാഖിലുണ്ട്. സുന്നി വിഭാഗമാണ് അവിടെ കൂടുതൽ. പക്ഷേ ഷിയ അവർക്കും വലിയ സ്വാധീനമുണ്ട്. സദ്ദാം ഹുസൈനെ സംബന്ധിച്ച് സദ്ദാമിൻ്റെ ആളുകളെ മറ്റുള്ളവരെയൊക്കെ ജൈവായുധങ്ങൾ ഉപയോഗിച്ചൊക്കെ പലപ്പോഴും കൊല ചെയ്തിട്ടുണ്ട്. വളരെ ക്രൂരനായ ഒരു ഭരണാധികാരിയായിരുന്നു. പക്ഷേ ഇറാനിലേക്ക് വരുമ്പോൾ ആയത്തുള്ള അലി ഖമനേയി അതിക്രൂരനായ ഒരു ഭരണാധികാരിയാണ്. എങ്കിലും അദ്ദേഹം ഭരണഘടനാപരമായൊരു സിസ്റ്റം ഇറാനിൽ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിരുന്നു. അത് റൂഹുള്ള ഖമനേയിയുടെ കാലത്ത് തന്നെ തുടങ്ങിയത്. ഖമനേയിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എങ്ങനെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകണം. ആ 3 അംഗ കൗൺസിലിൽ ഇപ്പം സുരക്ഷാ ഉപദേഷ്ടാവായ ലാരിയാണ് ഏറ്റവും ശക്തമായി അമേരിക്കയെ വെല്ലുവിളിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഈ സുരക്ഷാ കൗൺസിൽ അംഗങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എങ്ങനെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകണം, IRGC എങ്ങനെ നയിക്കണം, രാജ്യത്തിൻ്റെ ഔദ്യോഗിക സേന എങ്ങനെ കൊണ്ടുപോകണം. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ വ്യവസ്ഥാപിതമായ ഒരു ഭരണഘടന അവർ തയ്യാറാക്കിയിട്ടുണ്ട്. അവിടെ പരമോന്നത നേതാവാണ് ഒരു ആത്മീയ തലത്തിലും ഭരണതലത്തിലും ഒരു അന്തിമ വാക്കെങ്കിലും വധശിക്ഷ വരെ വിധിക്കാനുള്ള അധികാരം ഈ പരമോന്നത നേതാവിനാണല്ലോ. മറുവശത്ത് ഈ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു വ്യവസ്ഥാപിത സംവിധാനം അവർ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് തലയറ്റിട്ടും തലച്ചോർ ചിതറിച്ചിട്ടും ഭരണശീലാ കേന്ദ്രങ്ങൾ ഒന്നൊന്നായി പൊടിപടലമാക്കിയിട്ടും അവരുടെ സേനാകേന്ദ്രം IRGCയുടെ സേനാകേന്ദ്രം ചാരക്കൂമ്പാരമാക്കിയിട്ടും ഇറാൻ്റെ പല ഭാഗങ്ങളിലുമുള്ള മിസൈൽ ഉൽപ്പാദന കേന്ദ്രങ്ങൾ നിലംപൊത്തിയിട്ടും
ഇപ്പോഴും അവർ തിരിച്ചടിക്കുന്നത്, പ്രതിരോധിക്കുന്നത്, ആ രാജ്യത്തെ ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങാതെ നിൽക്കുന്ന ഭരണകൂടത്തിനെ അവർ ഭയപ്പെടുന്നു ഇപ്പോഴും. കാരണം ഭരണകൂട പ്രസൻസ് അത് ജനങ്ങൾക്ക് മുൻപിൽ ഇപ്പോഴും നിലനിർത്താൻ ഇറാനെ സംബന്ധിച്ച് കഴിയുന്നുണ്ട്. ആ ഭരണകൂട പ്രസൻസ് തന്നെയാണ് ജനങ്ങളെ ഭയപ്പെടുത്തി ഇപ്പോഴും ആ ഒരു പരമോന്നത നേതാവായിരുന്ന അലി ഖമനേയി സൃഷ്ടിച്ച ആ ഒരു ഭരണക്രമത്തിന് കീഴിൽ ഇതിനെ നിലനിർത്തുന്നത്. അതുകൊണ്ടാണ് ഇന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇറാനികളോടൊരു അവസാന ആഹ്വാനം നടത്തിയിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വെള്ളത്തിൽ കൊണ്ടുചെന്ന് നിർത്താനേ കഴിയൂ. വെള്ളം കുടിക്കണമെങ്കിൽ നിങ്ങൾ വിചാരിക്കണം, നിങ്ങളെ ഭരണത്തിൽ തൊട്ടരികിൽ കൊണ്ടുവന്ന് ഞങ്ങൾ നിർത്തിയിട്ടുണ്ട്. ഇനി ഭരണം ഏറ്റെടുക്കണമെങ്കിൽ ജനങ്ങൾ ഇറങ്ങണം, ജനങ്ങൾ തെരുവിലേക്ക് വരണം, ജനങ്ങൾ ഭരണം പിടിച്ചെടുക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്നത്. പക്ഷേ ആ ജനത അത്ര ധൈര്യമുള്ളവരല്ല. അവർ പതിറ്റാണ്ടുകളായി അനേക ഭരണകൂട ആക്രമണങ്ങളിൽ വിറങ്ങലിച്ച് നിൽക്കുന്നവരാണ്. ഈ IRGC കണ്ണും മൂക്കുമില്ലാതെ സ്വന്തം ജനതയെ വെടിവെച്ച് തീർക്കുന്നതിൽ, അവരെ കൊന്നൊടുക്കുന്നതിൽ യാതൊരുവിധ ക്രൂരതയ്ക്കും മടികാട്ടാത്തവരാണ്. അതുകൊണ്ട് ജനത ഇപ്പോഴും വിറങ്ങലിച്ച് നിൽക്കുക, അവർ ഭയപ്പെട്ട് നിൽക്കുകയാണ്. മറുവശത്ത് എത്ര ബോംബിട്ടാലും അവസാനിക്കാത്ത ചില ഭരണഘടനാ സംവിധാനങ്ങൾ അവിടെയുണ്ട്. അതുകൊണ്ട് ഇതെത്ര കാലം നീണ്ടു നിൽക്കും? നമുക്കറിയാം അമേരിക്കയുടെ വിയറ്റ്നാം യുദ്ധം, ഒരുപാട് യുദ്ധങ്ങൾ കാലങ്ങളോളം നീണ്ടുന്ന ഒരുപാട് യുദ്ധങ്ങളുണ്ട്. കരയിലിറങ്ങി ഒരു സായുധ സേനയെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിച്ച ഭരണകൂടമൊന്നും പിടിച്ചെടുക്കാൻ അമേരിക്കയെ സംബന്ധിച്ച് കഴിയില്ല. വിമാനങ്ങളിൽ നിന്ന് ബോംബുകൾ വർഷിക്കാൻ പരിമിതിയുണ്ട്. മിസൈലുകൾ കൊണ്ട് രാജ്യത്തെ കത്തിച്ചൊടുക്കാൻ പരിമിതിയുണ്ട്. അവരുടെ നിർമ്മിതികൾ അത്ര ചെറുതല്ല. ഇറാൻ ഒരു വലിയ രാജ്യമല്ല. സമ്പന്നതയിലൊക്കെ പണ്ട് വലിയ തലയെടുപ്പുള്ള പേർഷ്യയാണ്. അതിനെ ഒന്നുമില്ലായ്മയിലേക്ക് ഒരു വ്യോമാക്രമണം കൊണ്ട് മാത്രം അവസാനിപ്പിക്കാൻ കഴിയില്ല. പക്ഷേ ഇറാൻ എന്ന ഒരു അമേരിക്കയും ഇസ്രായേലും ഒക്കെ വിശേഷിപ്പിക്കുന്ന ക്രൂര ഭരണം കൈയാളുന്ന ഒരു രാഷ്ട്രത്തിൻ്റെ തലച്ചോർ ചിതറിപ്പിക്കാൻ, അവരുടെ ആയുധപ്പുരകൾ കത്തിക്കാൻ തീർച്ചയായിട്ടും അമേരിക്കയ്ക്കും ഇസ്രായേലിനും കഴിഞ്ഞിട്ടുണ്ട്. ആക്രമണം ഇനിയും കനപ്പിക്കും. ഏറ്റവും ക്രൂരമായ ആക്രമണങ്ങളിലേക്ക് കടക്കും. അവിടെയൊക്കെ സാധാരണ ജനങ്ങൾ എത്രമാത്രം വേദന അനുഭവിക്കും, കൊല്ലപ്പെടും എന്ന് മാത്രമാണ് ഇതിൻ്റെ ഒരു ബാക്കിപത്രം. സാർ, ഇന്ന് അതുപോലെ UN ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളൊന്ന് പ്രമേയം അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോഴടക്കം പറഞ്ഞിരിക്കുന്നത് ഇറാൻ ഒന്ന് വഴങ്ങണം എന്ന് തന്നെയാണ്. അപ്പോഴും റഷ്യയും ചൈനയും ഇറാനൊപ്പം തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ UN ഒക്കെ പറഞ്ഞാൽ അനുസരിക്കുന്ന ഒരു ഘട്ടത്തിലൊന്നല്ലല്ലോ നിൽക്കുന്നത്. അല്ല, UN ഒക്കെ ഇപ്പോൾ ഒരു കടലാസ് മേഖലയായി മാറി എന്നുള്ളൊരു പരിഹാസം പലപ്പോഴും ഉയർന്നു കേൾക്കുന്നതല്ല. ഇതിൽ അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്ക ഇതിൽ വിജയിച്ച് അവർക്ക് മടങ്ങാൻ കഴിയും. ഇസ്രായേലിനെ സംബന്ധിച്ച് മരണം വരെ പൊരുതുന്നവരാണ്. അതുകൊണ്ട് അവരും വിജയമല്ലാതെ ഒന്നും അവരുടെ യുദ്ധത്തിൻ്റെ അവസാനത്തിൽ അവർ കണക്ക് കൂട്ടില്ല. അതുകൊണ്ടാണ് UN ഇറാനോട് എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കാൻ പറയുന്നത്. അവർ തിരിച്ചടികൾ അവസാനിപ്പിച്ചാൽ, യുദ്ധം അവസാനിപ്പിക്കണമെന്ന് അമേരിക്കയോട് ആഹ്വാനം ചെയ്താൽ UN ഫലപ്രദമായി ഇടപെടാൻ കഴിയും. അമേരിക്ക ആത്യന്തികമായി ട്രംപ് പറയുന്നത് പോലെ വ്യോമാക്രമണത്തിൽ അവർ വിജയിച്ചു, ബോംബിട്ട് രാജ്യത്തെ തകർക്കുന്നതിൽ വിജയിച്ചു. പക്ഷേ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ എത്തണമെങ്കിൽ ഇനിയും കാത്തിരിക്കേണ്ടി വരും, ഇനിയും ആക്രമണങ്ങൾ തുടരേണ്ടി വരും. ഇതിനിടയിൽ നമ്മൾ കേൾക്കുന്ന പല വാർത്തകളുണ്ട്. USS ഹെറാൾഡ് ഇന്ന് കത്തിയ ദൃശ്യങ്ങൾ കണ്ടു. പക്ഷേ അവർ അമേരിക്ക വരുന്ന ലോണ്ടറി റൂമിൽ നിന്ന് പടർന്ന ഒരു തീയാണെന്ന്. പക്ഷേ ഇറാൻ അവകാശപ്പെടുന്ന IRGC പറയുന്നത് കൃത്യതയോടെ ഇറാൻ നടത്തിയ ആക്രമണം എന്നാണ്. ഇറാഖിൻ്റെ വ്യോമമേഖലയിൽ നമ്മൾ കേട്ടു, ഇറാഖിൻ്റെ പടിഞ്ഞാറൻ ഇറാഖിൻ്റെ വ്യോമമേഖലയിൽ ഒരു IC-135 എന്ന ഇന്ധനം നിറയ്ക്കുന്ന ഒരു വിമാനം, ആ വിമാനം മറ്റൊരു വിമാനവുമായി കൂട്ടിയിടിച്ചു, താഴേക്ക് പതിച്ചു. 3 ക്രൂവിനെ കാണാതായി. മറ്റൊരു വിമാനം സേഫ് ലാൻഡിങ്ങിൽ എത്തി, ഒരു പോർജറ്റ്. ഇതിനൊക്കെ പിന്നിൽ കൃത്യതയോടെയുള്ള ആക്രമണങ്ങളുണ്ടോ എന്ന് സ്വാഭാവികമായിട്ട് സംശയിച്ചു. ഇറാഖി മിലിഷ്യകൾ പറയുന്നത് ഞങ്ങൾ ആക്രമിച്ച് വീഴിച്ചു എന്നാണ്. പക്ഷെ അതൊന്നും വിശ്വസിക്കുക വയ്യ. അമേരിക്ക അതിനെ വളരെ സാങ്കേതികത്വം കൊണ്ടുണ്ടായൊരു വീഴ്ചയെന്നാണ് വിശേഷിപ്പിക്കുന്നത്. നമുക്കറിയില്ല. അപ്പോൾ തിരിച്ചടി പല തലത്തിലുമുണ്ട് എന്ന തോന്നൽ പൊതുവെ ഇറാനികൾക്കുണ്ടാകും. ജനതയ്ക്ക് ഭയമുണ്ടാകും. ഇറാൻ സേനയെ സംബന്ധിച്ച്, IRGCയെ സംബന്ധിച്ച് അവരിപ്പോഴും ആ പോരാട്ട വീര്യത്തിൽ നിന്ന് പിന്നോട്ട് മാറിയിട്ടില്ല. അതുകൊണ്ട് ഇതത്ര ചെറിയ യുദ്ധമല്ല, ഇതൊരു ഭയാനക തലത്തിലേക്ക് കടക്കുന്നു. ഏറ്റവും അധികം പ്രഹരമേൽക്കുന്നത് ഒരു രാഷ്ട്രമാണ്, ഒരു രാജ്യമാണ്. ഇറാൻ കത്തിത്തീരുകയാണ്. മറുവശത്ത് അവർ ഇപ്പോഴും ആ പോരാട്ട വീര്യം കാട്ടുന്നു, പക പ്രകടിപ്പിക്കുന്നു. നമ്മൾ ഭയപ്പെടുന്ന യുദ്ധഘട്ടത്തിലേക്ക് കടക്കും എന്നത് ഉറപ്പാണ്.
തീർച്ചയായിട്ടും എന്തായിരിക്കും എന്നുള്ളത് നമുക്കും ഉണ്ട് ആകാംക്ഷ. ഈ പറയുന്നത് പോലെ അവസാനിക്കാൻ തന്നെയാണ് എല്ലാവർക്കും ആഗ്രഹം. പക്ഷേ ഈ പറഞ്ഞതുപോലെ കൂടുതൽ പ്രത്യാക്രമണം ശക്തമാക്കാനായിട്ട് അമേരിക്ക ഒരുങ്ങുകയാണെങ്കിൽ ഒരുപക്ഷെ ചരിത്രത്തിൽ കണ്ടിട്ടില്ലാത്ത തരത്തിലൊരു അവസാനമായിരിക്കുമോ സംഭവിക്കുക എന്നൊരു ആശങ്ക ലോക രാജ്യങ്ങൾക്കുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇന്ത്യക്കാണെങ്കിലും ഉണ്ട്. നമുക്ക് കാത്തിരുന്ന് കാണാം. തീർച്ചയായിട്ടും. നന്ദി. നമസ്കാരം.